മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ നിഷ്കളങ്കരായി ആത്മാർത്ഥരായി അല്ലാഹുവിനോട് ദുആ ചെയ്യും. ആരോട്? അല്ലാഹു തആലയോട് നിഷ്കളങ്കരായി മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ ദുആ ചെയ്യുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടായിരുന്നോ അല്ലാഹുവിനെ വിളിക്കുന്നത്? വൈദാ ഗശിയഹും മൗജുൻ കൽദുലി ദഅല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ. കപ്പലിൽ കയറി സഞ്ചരിക്കുമ്പോൾ, കടലിലൂടെ പോകുമ്പോ, പർവ്വതങ്ങൾ കണക്കുള്ള തിരമാലകൾ വരെ മൂടുമ്പോ ദഅല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹുവിനെ മതത്തെ അനുസരണയെ ഇബാദത്തിനെ നിഷ്കളങ്കമാക്കിയവർ അല്ലാഹുവിനെ വിളിക്കുമായിരുന്നു. فلما نجاهم الى البر فمنهم مقتصد وما يجحد بآياتنا الا كل ختار كفور. നേരത്തെ പറഞ്ഞ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു فلما نجاهم الى البر اذا هم يشركون. കരയിലോട്ട് അല്ലാഹു തആല രക്ഷപ്പെടുത്തിയാൽ അവർ അല്ലാഹുവിൽ പങ്കുചേർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വേള പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം മുട്ടുമെന്ന് ഭയപ്പെടുന്ന നേരത്ത് അല്ലാഹുവിനെ മാത്രം വിളിച്ചിരുന്ന ആളുകളായിരുന്നു ഖുറൈശികളുടെ മുശ്രിക്കുകൾ. അല്ലാഹു തആല കരയിലോട്ട് രക്ഷപ്പെടുത്തിയാൽ സന്തോഷത്തിന്റെ സമയത്ത് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും സുഭിക്ഷതയും ഉണ്ടാകുമ്പോ അല്ലാഹു തആല അല്ലാത്തവരെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു, അവർക്ക് വേണ്ടി ബലിയറുക്കുമായിരുന്നു. എന്തേ അവരുടെ വിശ്വാസം? അല്ലാഹുവിനെ പോലത്തെ വേറൊരു അല്ലാഹു എന്ന് ചിന്തിച്ചുകൊണ്ടാണോ മക്കയിലെ മുശ്രിക്കുകൾ ലാത്തക്കും ഇസ്സക്കും മനാത്തക്കും ബലിയർപ്പിച്ചത്? വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും ويقولون هؤلاء شفعاؤنا عند الله عند الله. അടിവരയിട്ട് മനസ്സിലാക്കണം, ഈ ആളുകൾ മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയും ഇസ്സയും മനാത്തിനെയും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ, അവർക്ക് വേണ്ടി ബലിയറുക്കുമ്പോ അവരെ ഉള്ളിലുള്ള വികാരം, അതിനവരെ പ്രേരിപ്പിച്ചത്, അതിനെ എതിർത്തതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പോരാടിയത് ഈ ഒരൊറ്റ ആദർശത്തിന്റെ പേരിലാണ്. ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് നമുക്കുള്ള ശുപാർശക്കാരാണ്. യാ അല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്തുള്ള നമുക്കുള്ള ശുപാർശക്കാർ, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശുപാർശക്കാരാണിവർ എന്ന് ചിന്തിച്ചു പോയെടുത്താണ് ഇല്ല, അനുവദിച്ചു തരാൻ പറ്റൂല. കറകളഞ്ഞ തൗഹീദിന്റെ ആദർശം അല്ലാഹു തആല ഉറപ്പിച്ചത് കരയിലാണെങ്കിലും കടലിലാണെങ്കിലും എന്തൊക്കെ സന്ദർഭത്തിലാണെങ്കിലും നിഷ്കളങ്കമായ കീഴ്വണക്കവും ആരാധനയും അല്ലാഹുവിന് മാത്രം. ലില്ലാ, അറബി ഭാഷയിൽ ലില്ല എന്ന് പറഞ്ഞാൽ ഖബർ എന്ന് പറയും. അൽ ജാർ വൽ മജ്റൂർ മുഖദ്ദം അലൽ മുബ്തദ. അങ്ങനെയാണെങ്കിൽ മാത്രം എന്ന അർത്ഥം കിട്ടും. അല്ലാഹുവിന് മാത്രം, അവന് മാത്രമാണ് നിഷ്കളങ്കമായ ആരാധന. തുടർന്ന് അല്ലാഹു തആല പറയുന്നു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ച ആളുകളില്ലേ മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ വാദം അല്ലാഹു തആല പറയുന്നു മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അല്ലാഹുവിലോട്ട് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവരെ ആരാധിക്കുന്നത്. എങ്ങനെ? അല്ലാഹു തആലയിലോട്ട് അടുപ്പിക്കാൻ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ അടുത്ത് ശുപാർശക്കാരെന്ന് പറഞ്ഞിട്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ ലാത്തയും ഉസ്സയും വിളിച്ച് പ്രാർത്ഥിച്ചത്. അതിനെതിരെയാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവർ മുസ്ലിമീങ്ങളോടും അല്ലാഹുവിന്റെ റസൂലിനോടും എതിരിട്ടതെങ്കിൽ മുസ്ലിം സമൂഹത്തിലോട്ടൊന്ന് കണ്ണോടിച്ചു നോക്കാം. നാം ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള മുസ്ലിം സമൂഹത്തിലേക്കൊന്ന് നോക്കാം. അവരുടെ ചെയ്തികൾ എന്താണ്? അവരുടെ വാദം മുസ്ലിമാണെന്നുള്ളത് ആത്മാർത്ഥമാണോ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ കൽപ്പന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ പറയുന്നത് അവിടെ നിന്നാണ്. അവരെ എതിർക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവിടത്തെ ഉദ്ധരിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, അബൂൽ ഹയ്യാജ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ, ആ പണ്ഡിതനെ വിളിച്ചിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വഅർദാഹ് പറയുകയാണ്, അലാ അബ്അസുക, ഞാൻ നിന്നെ അയക്കട്ടെയോ അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അയച്ച ഒരു കർത്തവ്യം നിർവഹിക്കാൻ എന്നെ അയച്ചു, നിയോഗിച്ചു. ആ കാര്യത്തിന് വേണ്ടി അങ്ങയെ നിയോഗിക്കട്ടെയോ? എന്തായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബിനെ നിയോഗിച്ചയച്ച ഉത്തരവാദിത്തം? അല്ലാ തദഅന്ന ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു. അല്ലാ തദഅന്ന, നീ വിടരുത്. അല്ലാ തദഅന്ന, വിടുക തന്നെ ചെയ്യരുത്. ഖബ്റൻ മുശ്രിഫൻ, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും, ഇല്ലാ സവൈതഹു, അതിനെ പൊളിച്ച് നിരപ്പാക്കിയിട്ടല്ലാതെ. പൊന്തി നിൽക്കുന്ന ഒരു ഖബറും അതിനെ പൊളിച്ച് നിരപ്പാക്കാതെ നീ വിടരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാ തദഅന്ന ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, പൊന്തി നിൽക്കുന്ന ഒരു ഖബറും നിരപ്പാക്കാതെ വിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ വെപ്രാളത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന സഹിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഒരു ദുആ ഉണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആഘോഷത്തിന്റെ സ്ഥലമാക്കരുത്. അങ്ങ് ഹുസൈൻ മുസ്ലിം സമൂഹം
പീഡിപ്പിക്കപ്പെടുമ്പോ ഇവിടെ ഇതാ നമ്മുടെ നാട്ടിൽ അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കുചേർത്ത് മഹാമാരെന്ന് പറഞ്ഞും പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചും സഹായം ചോദിച്ചും വിശുദ്ധ ഇസ്ലാമിന്റെ കടക്കിൽ കെട്ടിവെച്ചിട്ടാണെങ്കിൽ എന്ത് വിജയമാണ് നിങ്ങൾ ഇസ്ലാമിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്നിട്ട് അവർ പറയുന്നു, ചില ഉപ്പാപ്പമാരുടെ ആണ്ട് നേർച്ചകൾ നടത്തിയിട്ട് എന്തേ വിശിഷ്ടമായിട്ടുള്ള അവിടുത്തെ ആരാധനകൾ അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ മൗലിദ് പാരായണം. എന്തേ മൗലിദ് പാരായണം നിങ്ങൾക്കറിയുമോ? എന്തായി മൗലിദുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ പാവപ്പെട്ട സഹോദരന്മാർ, സാധാരണക്കാർ ഇത് ഇസ്ലാമെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ, അറബിയിൽ ഉസ്താക്കന്മാർ പറയുന്നുണ്ടെങ്കിലും അറബി പഠിച്ചവരെന്ന് അർത്ഥം വെച്ച് തരാം. അവർ പറയുകയാണ്, ഇർതകബതു അലൽ ഖതാ ഗൈറ ഹസനിൻ മഅദദ് ലക അശ്കു ഫീഹി സയ്യിദി ഖൈറൻ നബി. അറബി ഭാഷയുടെ ബാലപാഠം പഠിച്ച ഏതെങ്കിലും തലപ്പാവുകാരികൾ ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അവർക്ക് പറയാം ഇതിന്റെ അർത്ഥം ഇങ്ങനെയല്ലെന്ന്. ഒന്നുകിൽ പറയണം അർത്ഥം ഇങ്ങനെയല്ലെന്ന്, അല്ലെങ്കിൽ പറയണം അർത്ഥം ഇതാണ്. അതിന്റെ ആശയം തെറ്റാണ്, അബദ്ധത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, തിരിച്ചു നടക്കാൻ ഒരുക്കമുണ്ടെന്ന്. ആ ഒരുക്കമാണ് മുസ്ലിം സമൂഹം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരുക്കമുള്ളവർക്കാണ് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത്. ഇർതകബതു അലൽ ഖതാ, തെറ്റ് ചെയ്തു പോയി, വാഹനത്തിൽ കയറിയതുപോലെ ഞാൻ പാപങ്ങൾ ചെയ്തു പോയി. ഗൈറ ഹസനിൻ വഅദദ്, ആ പാപം ചെയ്യലിന്റെ രൂപം എണ്ണവും കണക്കുമില്ലാത്ത രൂപത്തിലാണ്. എണ്ണം കണക്കുമില്ലാത്ത ഒരു പാപം ഞാൻ ചെയ്തു പോയി. എന്റെ നേതാവായ നബിയെ, അങ്ങനെയോടാണ് ഞാൻ ആ പാപത്തിൽ ആവലാതി പറയുന്നതെന്നും അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇതാണോ തൗഹീദ്? ഇതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം? നിങ്ങൾ ചോദിക്കണം ഉസ്താക്കന്മാരോട്, എന്നിട്ട് ഒഴിവാക്കണം അവരെ. ഏത് സമൂഹത്തിലും വിശുദ്ധ ഇസ്ലാം കടന്നു വരുമ്പോ, അന്ധവിശ്വാസ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുമ്പോ, ചില ആളുകൾക്ക് അവരുടെ താല്പര്യങ്ങൾ, ഉപജീവന മാർഗങ്ങൾ, മൗലിദ് വന്നാൽ കൈമടക്ക് കിട്ടും, ഓരോരോ പുതിയ പുതിയ റാത്തീബുകൾ കൊണ്ടുവന്നാൽ എന്തെങ്കിലും കിട്ടും, അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അവർക്കെന്നും ഇതവരുടെ തൊണ്ടയിൽ അടയുമാറും വെപ്രാളമുണ്ടാക്കുമാറും വലിയ ശബ്ദമായിരിക്കും.